വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സെക്കൻഡ് ഗ്രേഡ് ക്രാഫ്റ്റ്മാൻ ഓർ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ തസ്തികയിലേക്ക് കേരള PSC 31/12/2024 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 കാറ്റഗറി നമ്പർ 734/2024. ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തേക്കുന്ന ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഗ്രൂപ്പ് 3 ലിഡി, സബ് ഗ്രൂപ്പ് EA സിവിൽ വിങ്. നെയിം ഓഫ് പോസ്റ്റ് സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ, സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ. സ്കെയിൽ ഓഫ് പേ 26,500 മുതൽ 60,700 വരെ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. Only candidate born between 2 January 1988 and 1 January 2006, both dates are included, are eligible to apply for the post. SC/ST and OBC candidates are eligible for usual age relaxation. OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷവും വയസ്സിളവ് ലഭിക്കുന്നതാണ്. Qualification: 1. SLC or its equivalent. Must possess any one of the following: Kerala Government Certificate Examination, 2-year course in Civil Engineering, Diploma in Craftsmanship in the trade of Draftsman Civil, obtained after 18 months course, followed by 6 months practical training at Industrial Training Institute or centers conducted by the Government of India, Ministry of Labour, Ministry of Skill Development. Diploma 2-year course in Civil Engineering in Unman Polytechnic. Mode of submitting applications: candidate must register as per one-time registration with the official website of Kerala Public Service Commission, keralapsc.gov.in, before applying for the post. Candidates who have registered can apply by logging on to their profile using their user ID and password. Candidate must click on the Apply Now button of the respective post in the notification link. To apply for the post, candidate who have wished to create new profile should upload their photograph taken with a period of 6 months. Name of the candidate and date of photograph taken should be printed legibly at the bottom portion. പുതിയതായി പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ അടിയിൽ പേരും എടുത്ത ഡേറ്റും ക്ലിയർ ആയിട്ട് കാണുന്ന വിധത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത കാൻഡിഡേറ്റ് അവരുടെ പ്രൊഫൈലിൽ നിന്നും മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ നിന്ന് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി എടുക്കാവുന്നതാണ്. PDF രൂപത്തിൽ സോഫ്റ്റ് കോപ്പി ലഭിക്കുന്നതാണ്.
പിന്നീടുള്ള കത്തിടപാടുകൾക്കും മറ്റും ഇത് ആവശ്യമാണ്. OMR written or OMR online test is conducted as part of the selection. Candidate shall submit a confirmation for writing the examination through their one-time registration profile. Such candidates alone can generate and download the admission ticket prior to 15 days of the test. The applications of candidates who do not submit confirmation within stipulated time will be rejected absolutely. OMR examination അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് എഴുതുന്നതിനേക്കാട്ട് കാൻഡിഡേറ്റ്സ് എല്ലാം അവരുടെ പ്രൊഫൈൽ വഴി കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റും അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്ന ഡേറ്റും എക്സാമിനേഷൻ കലണ്ടർ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ ലഭ്യമാകും. ഇതോടൊപ്പം തന്നെ മൊബൈലിലേക്ക് മെസ്സേജ് വരും, പ്രൊഫൈലിലും മെസ്സേജ് വരുന്നതാണ്. കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയുള്ളൂ. കൺഫർമേഷൻ കൊടുത്താലേ ഹാൾ ടിക്കറ്റ് ജനറേറ്റ് ആകുകയുള്ളൂ. Candidate who have Aadhaar card should add Aadhaar card as ID proof in their profile. ആധാർ കാർഡുള്ള കാൻഡിഡേറ്റ് ആധാർ കാർഡ് ID പ്രൂഫായിട്ട് പ്രൊഫൈലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട 29/1/2025 വെനസ്ഡേ അപ് ടു 12 midnight ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് അഡ്രസ് keralapsc.gov.in ആണ്. കാറ്റഗറി നമ്പർ 734/2024, വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഗ്രൂപ്പ് 3 ലിഡി, സബ് ഗ്രൂപ്പ് എ സിവിൽ വിങ്, ഉദ്യോഗപ്പേര് സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ ഓർ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ. ശമ്പളം 26,500 മുതൽ 60,700 വരെ. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ. നിയമന രീതി നേരിട്ടുള്ള നിയമനം. പ്രായപരിധി 18-നും 36-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വയസ്സുള്ളവുണ്ട്. OBC വിഭാഗക്കാർക്ക് വയസ്സുള്ളവുണ്ട്. OBCക്ക് 3 വർഷം, SC/ST 5 വർഷം വയസ്സുള്ളവ് ലഭിക്കുന്നതാണ്. യോഗ്യതകൾ SLC ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയും താഴെ പറയുന്ന ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ 2 വർഷത്തെ കോഴ്സ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സെൻട്രലിൽ നിന്നും ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയത്തിൽ നടത്തുന്ന 18 മാസത്തെ കോഴ്സും തുടർന്ന് 6 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് പൂർത്തിയാക്കിയ ശേഷം ക്രാഫ്റ്റ്മാൻ സ്റ്റീൽ ട്രേഡിൽ ലഭിക്കുന്ന ക്രാഫ്റ്റ്മാൻഷിപ്പ് ഡിപ്ലോമ. വനിതാ പോളിടെക്നിക്കിൽ നൽകുന്ന സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 2 വർഷത്തെ കോഴ്സ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കേണ്ട പ്രസ്തുത തസ്തികയുടെ ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നൗ ഭാഗത്ത് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്ത ശേഷം അതിന്റെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. പ്രിന്റ് ഔട്ട് ലഭിക്കാൻ മൈ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ നിന്ന് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. എക്സാമിനായിട്ട് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. പ്രൊഫൈൽ വഴി കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് 29/1/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് keralapsc.gov.in ആണ്.
Thanks for watching my channel. Thanks for watching my videos. Thank you. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോസും ചാനലും കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക, ഡൗട്ടുകളും കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you for watching my channel. Thank you for watching my videos. Thank you.